ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന വൻ കവർച്ചാ സംഘം കോഴിക്കോട് പിടിയിൽ. RPF-ഉം കേരള റെയിൽവേ പോലീസും സംയുക്തമായാണ് ഹരിയാന സ്വദേശികളായ 4 പേരെ പിടികൂടിയത്. ചെന്നൈ മംഗലാപുരം മെയിലെ യാത്രക്കാരുടെ ബാഗിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങളുമാണ് കവർച്ച നടത്തിയത്. പ്രതികൾ കുപ്രസിദ്ധമായ ഹരിയാനയിലെ സാസി ഗ്യാങ്ങിൽ ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഞൊടിയിടയിൽ വളരെ വേഗത്തിൽ വിദഗ്ധമായി മോഷണം നടത്തുന്നതാണ് സാസി സംഘത്തിന്റെ പ്രത്യേകത. 800ഓളം പേരടങ്ങുന്ന ഗ്യാങ് ആണ് സാസി ഗ്യാങ്. ഇക്കഴിഞ്ഞ 13-ാം തീയതി രാത്രി 8:10-നും 14-ാം തീയതി രാവിലെ 8:10-നും ഇടയിലാണ് കവർച്ച നടന്നത്. കൊയിലാണ്ടി സ്വദേശികൾ ചെന്നൈയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് ചെന്നൈ മംഗലാപുരം സെൻട്രൽ മെയിലിൽ വരികയായിരുന്നു. ഇവരുടെ 50 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട്, മറ്റ് സ്വർണ്ണാഭരണങ്ങളുമാണ് കവർച്ച നടത്തിയത്. ഞങ്ങൾ ഡോറിലേക്ക് പുറത്തേക്ക് പോകുന്ന 2 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ശേഷം നോക്കുമല്ലോ. ആ സമയത്താണ് ഒരു 2 ആള് ഒരു ബ്ലോക്ക് ചെയ്ത മാതിരി നിൽക്കുമ്പോൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. ആ 2 മിനിറ്റ് മതി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ഇത്രയും നല്ല ഒരു ടീമിനെ കിട്ടിയത് കൊണ്ടാണ് ഈ സാധനം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സാധനം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. RPF-ഉം റെയിൽവേ പോലീസും സംയുക്തമായി അന്വേഷണം തുടങ്ങി. പ്രതികൾ 4 പേർ. ഹരിയാന സ്വദേശികളായ രാജേഷ്, ദിൽബാഗ്, മനോജ് കുമാർ, ജിതേന്ദർ. ഇവർ ട്രെയിനുകളിൽ മോഷണം നടത്തുന്ന വൻ കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവർ. സ്വർണം കവരാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചവർ. സെക്കൻഡുകൾക്കുള്ളിൽ സ്വർണം കൈക്കലാക്കും ഇവർ. ഒരു 3 സെക്കൻഡ് കൊണ്ട് അവർ ബാഗ് എന്ത് ചെയ്യും? അവർ ബാഗ് പൊട്ടിക്കും. എന്നിട്ട് അതുപോലെ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഓപ്പറേഷൻ. അവരെ വിശദമായി ഇവിടുന്ന് ചോദ്യം ചെയ്തപ്പോൾ അവരിൽ ഈ സാധനങ്ങൾ കണ്ടെത്തുകയും പരാതിക്കാർ ഈ സാധനങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടതായ സാധനങ്ങൾ കണ്ട് തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രതികൾ ഉത്തരേന്ത്യൻ സ്വദേശികൾ, ഹരിയാന സ്വദേശികളാണ്. അവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നേരത്തെ ഒത്തിരി കേസുകളുള്ള പ്രതികളാണ്. ഹരിയാനയിലെ സാസി ഗാങ്ങിൽ ഉൾപ്പെട്ടവരാണിവർ. ഈ സംഘത്തിൽ 800-ലധികം പേരുണ്ട്. There is a famous gang of Sasi gang. They are operating from the Haryana state. They target some passengers who are coming to attend some marriage function or some looking like some rich family and having more luggage and suitcase trolley. They are targeting such type of passengers. They put reservation in 2-3 trains. Some Subramania Road to Karwar trains. And from Sornur to Chennai, 2-3 trains they try to operate, but they success in this one mail and they cancel the ticket and they try to spend away. നിരവധി കേസുകളിൽ പ്രതികളാണിവർ. കൊയിലാണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്തു വെച്ച് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതാണ് അതിൻ്റെ ടൂൾസ്. ഇത് വെച്ച് അവർ സിബ് അകത്തി ഈ അതിൻ്റെ മുകളിലിരുന്നൊരു പൗച്ച് എടുക്കുകയാണ് ചെയ്തത്. പ്രതി രാജേഷ് ഹരിയാന പോലീസിൽ നിന്നും പിരിച്ചുവിട്ട ആളാണ്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. കവർച്ച നടത്തിയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പ്രതികളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതും നേട്ടമാണ്. ഇത്തരത്തിൽ കവർച്ച നടത്തിയാൽ വളരെ വേഗത്തിൽ ആഭരണങ്ങൾ വീതം വെക്കുന്നതാണ് ഈ സംഘത്തിന്റെ രീതി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.